1941-ൽ ജർമ്മൻ സൈന്യം ഗ്രീസിലും വടക്കൻ ആഫ്രിക്കയിലും ഇറ്റലിയെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചതോടെ ബെനിറ്റോ മുസോളിനിയുടെ സമാന്തര യുദ്ധമെന്ന ആശയം പൂർണ്ണമായും ഇല്ലാതായി. ഇനി യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് ബെർലിനിലെ ഹിറ്റ്ലറുടെ ഓഫീസിൽ നിന്നായിരുന്നു. ഇറ്റലി നാസി ജർമ്മനിയുടെ ഒരു ജൂനിയർ പങ്കാളിയെന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ഈ അപമാനം മുസോളിനിയെ വല്ലാതെ അലട്ടി. ഹിറ്റ്ലറുടെ മുന്നിൽ തന്റെ പ്രാധാന്യം തെളിയിക്കാനും ഇറ്റാലിയൻ സൈന്യത്തിന്റെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാനും അവൻ ഒരവസരത്തിനായി കാത്തിരുന്നു. ആ അവസരം അധികം വൈകാതെ വന്നു. 1941 ജൂൺ 22-ന് അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ഏറ്റവും വലിയ ചൂതാട്ടത്തിന് മുതിർന്നു. ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനെതിരെ ഒരു മിന്നലാക്രമണം. കമ്മ്യൂണിസത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനും റഷ്യയുടെ എണ്ണപ്പാടങ്ങളും ഗോതമ്പ് വയലുകളും കൈക്കലാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. ഹിറ്റ്ലർ മുസോളിനിയോട് ഈ യുദ്ധത്തിൽ ഇറ്റാലിയൻ സൈനികരെ ആവശ്യപ്പെട്ടിരുന്നില്ല. റഷ്യയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ പോരാടാൻ ഇറ്റാലിയൻ സൈന്യത്തിന് കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ ഈ ചരിത്രപരമായ കുരിശുയുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ഫാഷിസ്റ്റ് നേതാവിന് ചേർന്നതല്ലെന്ന് മുസോളിനി കരുതി. കമ്മ്യൂണിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇറ്റലിയും പങ്കാളികളാണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. തന്റെ സൈനിക ഉപദേഷ്ടാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിൽ ചേരാൻ അവൻ തീരുമാനിച്ചു. തുടക്കത്തിൽ 62,000 പേരടങ്ങുന്ന ഒരു സേനയെ കോർപ്പോ ഡി സ്പെഡിസിയോനെ ഇറ്റാലിയാനോ ഇൻ റഷ്യ CSIR എന്ന കിഴക്കൻ മുന്നണിയിലേക്ക് അയച്ചു. അവർക്ക് ശരിയായ ആയുധങ്ങളോ റഷ്യയിലെ അതികഠിനമായ ശൈത്യത്തെ നേരിടാനുള്ള വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസോളിനിക്ക് അത് പ്രശ്നമായിരുന്നില്ല. അവനതൊരു രാഷ്ട്രീയ പ്രകടനം മാത്രമായിരുന്നു. 1942-ൽ കൂടുതൽ സൈനികരെ അയച്ച് ഈ സേനയെ ARMIR അഥവാ ഇറ്റാലിയൻ 8ാം സൈന്യം എന്ന പേരിൽ വികസിപ്പിച്ചു. ഏകദേശം 2,30,000 സൈനികർ അതിലുണ്ടായിരുന്നു. സ്റ്റാലിൻഗ്രാഡ് ലക്ഷ്യമാക്കി മുന്നേറുകയായിരുന്ന ജർമ്മൻ 6ാം സൈന്യത്തിന്റെ വടക്കൻ പാർശ്വം സംരക്ഷിക്കാനുള്ള ചുമതലയാണ് അവർക്ക് നൽകപ്പെട്ടത്. എന്നാൽ ആധുനിക ടാങ്കുകളോ ടാങ്കുവേധ തോക്കുകളോ ഇല്ലാതിരുന്ന ഇറ്റാലിയൻ സൈന്യത്തിന് സോവിയറ്റ് റെഡ് ആർമിയുടെ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള ശേഷിയില്ലായിരുന്നു. 1942 നവംബറിൽ സോവിയറ്റ് യൂണിയൻ ഓപ്പറേഷൻ യുറാനസ് എന്ന പേരിൽ സ്റ്റാലിൻഗ്രാഡിൽ ഒരു ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചു. ജർമ്മൻ സൈന്യത്തിന്റെ പാർശ്വങ്ങൾ സംരക്ഷിച്ചിരുന്ന ദുർബലമായ റൊമാനിയൻ, ഹംഗേറിയൻ, ഇറ്റാലിയൻ സൈന്യങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചത്. സോവിയറ്റ് ടാങ്കുകളുടെയും പീരങ്കികളുടെയും ആക്രമണത്തിൽ ഇറ്റാലിയൻ പ്രതിരോധ നിര തകർന്ന് തരിപ്പണമായി. ആയിരക്കണക്കിന് ഇറ്റാലിയൻ സൈനികർ കൊല്ലപ്പെടുകയോ സോവിയറ്റ് പിടിയിലാവുകയോ ചെയ്തു. ശേഷിച്ചവർ -30-40 ഡിഗ്രി തണുപ്പിൽ മഞ്ഞുമൂടിയ സ്റ്റെപ്പുകളിലൂടെ കാൽനടയായി പിന്മാറാൻ നിർബന്ധിതരായി. വേണ്ടത്ര ഭക്ഷണമോ വസ്ത്രമോ മരുന്നോ ഇല്ലാതെ ആയിരക്കണക്കിന് പേർ വഴിയിൽ മരവിച്ചു വീണു മരിച്ചു. റഷ്യൻ മുന്നണിയിലെ ഈ ദുരന്തം ഇറ്റലിയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. യുദ്ധം ആദ്യമായി സാധാരണ ഇറ്റാലിയൻ ജനതയുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി. തങ്ങളുടെ മക്കളും ഭർത്താക്കന്മാരും എന്തിനാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള റഷ്യൻ മണ്ണിൽ മരിച്ചു വീഴുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ യുദ്ധം ഇറ്റലിയുടെ യുദ്ധമല്ലെന്നും ഇത് ഹിറ്റ്ലറുടെ ഭ്രാന്തൻ സ്വപ്നങ്ങൾക്കു വേണ്ടിയുള്ളതാണെന്നും ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. മുസോളിനിയുടെ പ്രൊപ്പഗാൻഡയിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. ഇൽ ഡ്യൂച്ചയോടുള്ള ആരാധന വെറുപ്പായി മാറാൻ തുടങ്ങി. കിഴക്കൻ മുന്നണിയിൽ ഇറ്റാലിയൻ സൈന്യം തകർന്നടിയുമ്പോൾ വടക്കൻ ആഫ്രിക്കയിലും കാര്യങ്ങൾ കൈവിട്ടുപോവുകയായിരുന്നു. 1942-ന്റെ മധ്യത്തിൽ ജനറൽ റോമലിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ ഇറ്റാലിയൻ സൈന്യം ഈജിപ്തിന്റെ ഉള്ളിലേക്ക് മുന്നേറി അലക്സാൻഡ്രിയയ്ക്ക് സമീപം എൽ അലാമെയിൻ എന്ന സ്ഥലത്തെത്തിയിരുന്നു. സൂയസ് കനാൽ പിടിച്ചെടുത്ത് ബ്രിട്ടനെ യുദ്ധത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മുസോളിനി വിജയമുറപ്പിച്ച് ലിബിയയിലേക്ക് പറന്നു. അലക്സാൻഡ്രിയയിൽ ഒരു വിജയഘോഷയാത്ര നടത്താനായി ഒരു വെള്ളക്കുതിരയെയും അവൻ കൂടെ കരുതിയിരുന്നു. എന്നാൽ അവന്റെ സ്വപ്നങ്ങൾ തകർന്നടിയാൻ അധിക നാൾ വേണ്ടിവന്നില്ല. 1942 ഒക്ടോബറിൽ ജനറൽ ബെർണാഡ് മോണ്ട് ഗോമറിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് 8ാം സൈന്യം എൽ അലാമെയിനിൽ ഒരു ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. 12 ദിവസം നീണ്ടുനിന്ന ഈ ഘോരയുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ ദയനീയമായി പരാജയപ്പെട്ടു. റോമലിന്റെ സൈന്യം പിന്മാറാൻ നിർബന്ധിതരായി. എൽ അലാമെയിനിന്റെ വിജയം യുദ്ധത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ പിന്നീട് പറഞ്ഞതുപോലെ, എൽ അലാമെയിനു മുൻപ്
ഞങ്ങൾക്കൊരു വിജയവും ഉണ്ടായിരുന്നില്ല. എൽ അലാമെയ്നിനു ശേഷം ഞങ്ങൾക്കൊരു പരാജയവും ഉണ്ടായിട്ടില്ല. എൽ അലാമെയ്നിലെ പരാജയത്തിന് തൊട്ടുപിന്നാലെ 1942 നവംബർ 8-ന് അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യങ്ങൾ ഓപ്പറേഷൻ ടോർച്ച് എന്ന പേരിൽ വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോയിലും അൾജീരിയയിലും വൻതോതിൽ വന്നിറങ്ങി. ഇതോടെ വടക്കൻ ആഫ്രിക്കയിലെ അച്ചുതണ്ട് ശക്തികൾ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും ആക്രമിക്കപ്പെട്ടു. ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെയായി അവരുടെ അവസ്ഥ. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1943 മെയ് മാസത്തിൽ ടുണീഷ്യയിൽ വെച്ച് ഏകദേശം 2.5 ലക്ഷത്തോളം ജർമ്മൻ ഇറ്റാലിയൻ സൈനികർ സഖ്യകക്ഷികൾക്കു മുന്നിൽ കീഴടങ്ങി. ഇതോടെ ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് അച്ചുതണ്ട് ശക്തികൾ പൂർണ്ണമായും തുടച്ചുനീക്കപ്പെട്ടു. മുസ്സോളിനിയുടെ റോമൻ സാമ്രാജ്യ സ്വപ്നങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു ഇത്. ലിബിയ ഉൾപ്പെടെയുള്ള ഇറ്റലിയുടെ എല്ലാ ആഫ്രിക്കൻ കോളനികളും അവർക്ക് നഷ്ടപ്പെട്ടു. യുദ്ധം പരാജയപ്പെട്ടു എന്ന് വ്യക്തമായി. ഇറ്റാലിയൻ ജനതയുടെ ദുരിതങ്ങൾ വർദ്ധിച്ചു. നഗരങ്ങളിൽ ഭക്ഷണക്ഷാമം രൂക്ഷമായി. സഖ്യകക്ഷികളുടെ വിമാനങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളിൽ ബോംബാക്രമണം ആരംഭിച്ചു. മിലാൻ, ടൂറിൻ, ജനോവ തുടങ്ങിയ വ്യാവസായിക നഗരങ്ങളിൽ തൊഴിലാളികൾ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പണിമുടക്കാൻ തുടങ്ങി. 1925 ശേഷം ഇറ്റലിയിൽ നടക്കുന്ന ആദ്യത്തെ വലിയ പണിമുടക്കുകളായിരുന്നു അത്. ഈ ദുരന്തങ്ങൾക്കെല്ലാം നടുവിൽ മുസ്സോളിനി യാഥാർത്ഥ്യത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു ലോകത്തായിരുന്നു. അവൻ ഇപ്പോഴും വിജയത്തെക്കുറിച്ച് സംസാരിച്ചു, പുതിയ അത്ഭുത ആയുധങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. തന്റെ ചുറ്റുമുള്ള ലോകം തകർന്നടിയുന്നത് കാണാൻ അവൻ കൂട്ടാക്കിയില്ല. അവന്റെ ആരോഗ്യം ക്ഷയിച്ചു. കഠിനമായ വയറുവേദന അവനെ അലട്ടി. ഒരു കാലത്ത് ഇറ്റലിയെ മുഴുവൻ തന്റെ പ്രസംഗങ്ങൾ കൊണ്ട് ആവേശം കൊള്ളിച്ചിരുന്ന ആ ഊർജ്ജസ്വലനായ നേതാവ് ഇപ്പോൾ ക്ഷീണിതനും രോഗിയുമായ ഒരു വൃദ്ധനായി കാണപ്പെട്ടു. ഫാഷിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ മുസ്സോളിനിക്കെതിരെ അസംതൃപ്തി പുകഞ്ഞു തുടങ്ങി. ഹിറ്റ്ലറുമായുള്ള സഖ്യമാണ് ഈ നാശത്തിനെല്ലാം കാരണമെന്ന് പല നേതാക്കന്മാരും വിശ്വസിച്ചു. യുദ്ധത്തിൽ നിന്ന് പിന്മാറി സഖ്യകക്ഷികളുമായി ഒരു സമാധാന കരാറുണ്ടാക്കണമെന്ന് അവർ രഹസ്യമായി ചർച്ചകൾ തുടങ്ങി. സൈനിക മേധാവികളും വ്യവസായികളും എന്നിന് വിക്ടർ ഇമ്മാനുവേൽ മൂന്നാമൻ രാജാവ് പോലും മുസ്സോളിനിയെ എങ്ങനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങി. 1943 വേനൽക്കാലം ബെനിറ്റോ മുസോളിനിയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതായിരുന്നു. വടക്കൻ ആഫ്രിക്കയിലെ സമ്പൂർണ്ണ പരാജയത്തിനും റഷ്യൻ മുന്നണിയിലെ ദുരന്തത്തിനും ശേഷം യുദ്ധം ഇറ്റലിയുടെ പടിവാതിൽക്കല്ലെത്തിയിരുന്നു. അടുത്തതായി സഖ്യകക്ഷികൾ ഇറ്റാലിയൻ മണ്ണിൽ തന്നെ കാലുകുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇറ്റാലിയൻ ജനത യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. ഭക്ഷണക്ഷാമം, ബോംബാക്രമണങ്ങൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്തകൾ എന്നിവ അവരുടെ ജീവിതം നരകതുല്യമാക്കി. ഒരു കാലത്ത് ഇൽ ഡ്യൂച്ചയെ ആരാധിച്ചിരുന്ന അതേ ജനക്കൂട്ടം ഇപ്പോൾ അവനെ നിശബ്ദമായി ശപിക്കാൻ തുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധിയുടെ ആഴം മുസോളിനിയേക്കാൾ നന്നായി മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ചില ഫാസിസ്റ്റ് നേതാക്കന്മാർക്കായിരുന്നു. ഇറ്റലിയെ ഈ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. മുസോളിനിയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക. ഈ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുക്കൾ ഡിനോ ഗ്രാൻഡി, ഗലിയാസോ ചിയാനോ, മുസോളിനിയുടെ മരുമകൻ ഗിസപ്പെ ബോത്തായി തുടങ്ങിയ മുതിർന്ന ഫാസിസ്റ്റ് നേതാക്കളായിരുന്നു. അവർ പാർട്ടിയുടെ സ്ഥാപകാംഗങ്ങളിൽ പലരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിയെയും രാജ്യത്തെയും രക്ഷിക്കാൻ അതിന്റെ സ്ഥാപകനെ തന്നെ ബലി കൊടുക്കേണ്ടിവരുമെന്ന് അവർ മനസ്സിലാക്കി. ഈ അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാനായി 1943 ജൂലൈ 10-ന് സഖ്യകക്ഷികളുടെ സൈന്യം സിസിലിയിൽ വന്നിറങ്ങി. ഓപ്പറേഷൻ ഹസ്കി. ഇറ്റാലിയൻ സൈന്യം കാര്യമായ ചെറുത്തുനിൽപ്പില്ലാതെ കീഴടങ്ങി. ഇറ്റാലിയൻ മണ്ണ് അന്യാധീനപ്പെട്ടത് രാജ്യത്തിനേറ്റ കനത്ത പ്രഹരമായി. ഇനി കാത്തിരുന്നാൽ ഇറ്റലി പൂർണ്ണമായും നശിക്കുമെന്ന് ഗൂഢാലോചനക്കാർ ഉറക്കിച്ചു. അവർ മുസോളിനിയോട് ഫാഷിസ്റ്റ് ഗ്രാൻഡ് കോൺസില്യോ ഡെൽ ഫാഷിസ്മോ വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടു. 1922 രൂപീകൃതമായ ഈ കൗൺസിൽ
ഫാഷിസ്റ്റ് ഭരണകൂടത്തിലെ ഏറ്റവും ഉയർന്ന അധികാരകേന്ദ്രമായിരുന്നു. എന്നാൽ 1939 ശേഷം അതിന്റെ ഒരു യോഗം പോലും ചേർന്നിരുന്നില്ല. മുസ്സോളിനി എല്ലാ അധികാരവും തന്നിൽ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ ഈ കൗൺസിലിന് ഒരു പ്രസക്തിയുമില്ലാതായി മാറിയിരുന്നു. തുടക്കത്തിൽ മുസ്സോളിനി ഈ ആവശ്യം നിരസിച്ചു. എന്നാൽ സമ്മർദ്ദം ശക്തമായപ്പോൾ ഒരുപക്ഷേ തന്റെ അധികാരം ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള അവസരമായിരിക്കും ഇതെന്ന് കരുതി അവൻ യോഗം വിളിക്കാൻ സമ്മതിച്ചു. 1943 ജൂലൈ 24 വൈകുന്നേരം 5 മണിക്ക് റോമിലെ വെനീസിയ കൊട്ടാരത്തിൽ ഫാഷിസ്റ്റ് ഗ്രാൻഡ് കൗൺസിലിന്റെ ചരിത്രത്തിലെ അവസാനത്തെയും ഏറ്റവും നിർണായകവുമായ യോഗം ആരംഭിച്ചു. കറുത്ത യൂണിഫോം ധരിച്ച 28 അംഗങ്ങൾ ആ മുറിയിൽ സമ്മേളിച്ചു. അന്തരീക്ഷം സംഘർഷഭരിതമായിരുന്നു. പല അംഗങ്ങളും തങ്ങളുടെ കോട്ടിനടിയിൽ ഗ്രനേഡുകൾ ഒളിപ്പിച്ചുവെച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. യോഗം ആരംഭിച്ചപ്പോൾ മുസ്സോളിനി എഴുന്നേറ്റ് നിന്ന് യുദ്ധത്തിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ഒരു നീണ്ട വിഭ്രാന്തമായ പ്രസംഗം നടത്തി. പരാജയങ്ങളുടെ ഉത്തരവാദിത്തം സൈനിക മേധാവികളുടെ തലയിൽ കെട്ടിവെക്കാൻ അവൻ ശ്രമിച്ചു. അവന്റെ ശബ്ദം ക്ഷീണിച്ചിരുന്നു. പഴയ ഗാംഭീര്യമൊന്നും അതിനുണ്ടായിരുന്നില്ല. അവന്റെ പ്രസംഗത്തിനുശേഷം ഡിനോ ഗ്രാൻഡി എഴുന്നേറ്റു. ധീരനും വാഗ്മിയുമായ ഗ്രാൻഡി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഓർഡിൻ ഗ്രാൻഡി എന്നറിയപ്പെട്ട ആ പ്രമേയം ആവശ്യപ്പെട്ടത് ഭരണഘടനയുടെ 40-ാം അനുച്ഛേദം പുനഃസ്ഥാപിച്ച് സൈന്യത്തിന്റെ സമ്പൂർണ്ണ കമാൻഡ് രാജാവിന് തിരികെ നൽകണമെന്നായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ആവശ്യമായി തോന്നാമെങ്കിലും അതിന്റെ അർത്ഥം വ്യക്തമായിരുന്നു. മുസ്സോളിനിയിൽ നിന്ന് എല്ലാ അധികാരങ്ങളും എടുത്തുമാറ്റുക. അത് ഇൽ യൂച്ചയ്ക്ക് എതിരെയുള്ള ഒരു അവിശ്വാസ പ്രമേയമായിരുന്നു. തുടർന്ന് ഏകദേശം 9 മണിക്കൂർ നീണ്ടുനിന്ന ഒരു കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നു. ചിയാനോ, ബോധായി തുടങ്ങിയവർ ഗ്രാൻഡിയുടെ പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചു. അവർ മുസ്സോളിനിയുടെ തെറ്റായ തീരുമാനങ്ങളെയും ജർമ്മനിയുമായുള്ള വിനാശകരമായ സഖ്യത്തെയും ഇറ്റലിയെ നാശത്തിലേക്ക് നയിച്ച അവന്റെ പിടിവാശികളെയും നിശിതമായി വിമർശിച്ചു. മുസ്സോളിനിയുടെ വിശ്വസ്തരായ കാർലോസ് കോർസ, റോബർട്ടോ ഫരിനാച്ചി തുടങ്ങിയവർ അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവർ പ്രമേയത്തെ എതിർത്തവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചു. ചർച്ചകൾക്കിടയിൽ മുസ്സോളിനി നിശബ്ദനായി കാണപ്പെട്ടു. ഒരു കാലത്ത് ഇറ്റലിയെ വിറപ്പിച്ച ഏകാധിപതി ഇപ്പോൾ തന്റെ സ്വന്തം ആളുകളുടെ വിചാരണയ്ക്ക് മുന്നിൽ ഒരു പ്രതിയെപ്പോലെയിരുന്നു. അവൻ തളർന്നുപോയിരുന്നു. ചർച്ചകൾ പുലർച്ചെവരെ നീണ്ടു. ഒടുവിൽ വോട്ടിനിടാൻ സമയമായി. പുലർച്ചെ 2:30 ഗ്രാൻഡിയുടെ പ്രമേയം വോട്ടിനിട്ടു. ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. 19 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. 7 പേർ എതിർത്തു. ഒരാൾ വിട്ടുനിന്നു. മുസ്സോളിനിയുടെ മരുമകൻ ഗലിയാസോ ചിയാനോ ഉൾപ്പെടെയുള്ളവർ അവനെതിരെ വോട്ട് ചെയ്തു. ബെനീറ്റോ മുസ്സോളിനി പരാജയപ്പെട്ടു. സ്വന്തം പാർട്ടി അവനെ കൈവിട്ടിരിക്കുന്നു. നിങ്ങളെന്റെ മരണത്തിന് കാരണമായിരിക്കുന്നു എന്ന് വോട്ടിട്ടവരോട് പറഞ്ഞുകൊണ്ട് അവൻ യോഗം പിരിച്ചുവിട്ടു. എന്നാൽ അപ്പോഴും ആ വോട്ടിന് നിയമപരമായ ഒരു ശക്തിയുമില്ലെന്നും രാജാവ് തന്റെ പക്ഷത്തായിരിക്കുമെന്നും അവൻ വിശ്വസിച്ചു. പിറ്റേന്ന് ജൂലൈ 25 ഞായറാഴ്ച മുസ്സോളിനി പതിവ് പോലെ തന്റെ ഓഫീസിൽ പോയി. വൈകുന്നേരം 5 മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനായി അവൻ വിക്ടർ ഇമ്മാനുവേൽ മൂന്നാമൻ രാജാവിനെ കാണാൻ വില്ല സവോയ എന്ന അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി. ഗ്രാൻഡ് കൗൺസിലിന്റെ തീരുമാനം ഒരു ഉപദേശം മാത്രമാണെന്നും അത് തള്ളിക്കളയാൻ രാജാവിനോട് ആവശ്യപ്പെടാമെന്നും അവൻ കരുതി. എന്നാൽ രാജാവ് ഇതിനകം തന്റെ തീരുമാനം എടുത്തുകഴിഞ്ഞിരുന്നു. കൂടിക്കാഴ്ച വളരെ ഹ്രസ്വമായിരുന്നു. പ്രിയപ്പെട്ട ഡ്യൂച്ചെ, രാജാവ് പറഞ്ഞു, ഇനി ഇറ്റലിക്ക് നിങ്ങളെ ആവശ്യമില്ല. ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നു. സൈന്യം നിങ്ങളോടൊപ്പമില്ല. ഗ്രാൻഡ് കൗൺസിലിന്റെ തീരുമാനം രാജ്യത്തിന്റെ പൊതുവികാരമാണ്. അതിനാൽ നിങ്ങളുടെ രാജി ഞാൻ സ്വീകരിക്കുന്നു. മുസോളിനി ഞെട്ടിത്തരിച്ചുപോയി. അവൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിനു മുൻപ് രാജാവ് തുടർന്നു, നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ്. അതിനാൽ ഞാൻ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിന് പുറത്തിറങ്ങിയ മുസോളിനിയെ കാത്തുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. നിങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ന പേരിൽ അവരവനെ ഒരു ആംബുലൻസിൽ കയറ്റി അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 21 വർഷം നീണ്ട ഫാഷിസ്റ്റ് ഭരണം അങ്ങനെ വെറും 24 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു. ഒരു വെടിയുണ്ട പോലും പൊട്ടാതെ, ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഇൽ ഡ്യൂച്ചെ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അന്നു വൈകുന്നേരം റേഡിയോയിലൂടെ പുതിയ പ്രധാനമന്ത്രി മാർഷൽ പിയത്രോ ബഡോഗ്ലിയോ, എത്യോപ്യൻ യുദ്ധത്തിലെ സൈനിക മേധാവി, ഒരു പ്രഖ്യാപനം നടത്തി: യുദ്ധം തുടരും. എന്നാൽ ഇത് ജർമ്മനിയെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ബഡോഗ്ലിയോയുടെ സർക്കാർ
സഖ്യകക്ഷികളുമായി രഹസ്യമായി സമാധാന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മുസോളിനിയുടെ പതനവാർത്ത അറിഞ്ഞ ഇറ്റാലിയൻ ജനത ആഹ്ലാദത്തോടെ തെരുവിലിറങ്ങി. അവർ ഫാഷിസ്റ്റ് ചിഹ്നങ്ങൾ തകർത്തു, മുസോളിനിയുടെ പ്രതിമകൾ വലിച്ചു താഴെയിട്ടു. 20 വർഷത്തെ ഭയം നിറഞ്ഞ നിശബ്ദതയ്ക്ക് ശേഷം അവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചു. ബെനിറ്റോ മുസോളിനിയുടെ പതനം അഡോൾഫ് ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ അപമാനവും തന്ത്രപരമായ തിരിച്ചടിയുമായിരുന്നു. തന്റെ പ്രധാന സഖ്യകക്ഷി തകർന്നടിയുകയും ഇറ്റലി എന്ന തന്ത്രപ്രധാനമായ രാജ്യം ശത്രുപക്ഷത്തേക്കു മാറാനുള്ള സാധ്യതയും അവനെ രോഷാകുലനാക്കി. ഹിറ്റ്ലർക്ക് മുസോളിനിയോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. ഫാഷിസത്തിന്റെ സ്ഥാപകനും തന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒരു വഴികാട്ടിയുമായിരുന്നു അവൻ. ആ ഒറ്റുകാരനായ രാജാവും ബഡോഗ്ലിയോയും ചേർന്ന് തന്റെ സുഹൃത്തിനെ തടവിലാക്കിയത് ഹിറ്റ്ലർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് പകരം വീട്ടാനും മുസോളിനിയെ മോചിപ്പിച്ച് ഇറ്റലിയിൽ വീണ്ടും ഒരു ഫാസിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാനും അവൻ ഉറപ്പിച്ചു. മുസോളിനിയെ ഇറ്റാലിയൻ സർക്കാർ അതീവ രഹസ്യമായാണ് പലയിടങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചത്. ഒടുവിൽ അബ്രൂസോ പ്രവിശ്യയിലെ ഗ്രാൻഡ് സാസോ പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലുള്ള ക്യാമ്പോ ഇമ്പരത്തോരെ എന്ന സ്കീ റിസോർട്ട് ഹോട്ടലിൽ അവനെ തടവിലാക്കി. കേബിൾ കാർ വഴി മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ആ സ്ഥലം ഒരു സ്വാഭാവിക കോട്ട പോലെയായിരുന്നു. അവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക അസാധ്യമാണെന്ന് ഇറ്റാലിയൻ സർക്കാർ കരുതി. എന്നാൽ ഹിറ്റ്ലർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ തന്റെ ഏറ്റവും വിശ്വസ്തനും സാഹസികനുമായ SS കമാൻഡോ ഓട്ടോ സ്കോർസിനിയെ ഈ ദൗത്യമേൽപ്പിച്ചു. ഓപ്പറേഷൻ ഓക്ക് എന്ന പേരിൽ സ്കോർസിനിയും സംഘവും ആഴ്ചകളോളം മുസോളിനിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ ജർമ്മൻ ചാരന്മാർ അവന്റെ താവളം കണ്ടെത്തി. 1943 സെപ്റ്റംബർ 12-ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കമാൻഡോ ഓപ്പറേഷന് ഗ്രാൻഡ് സാസോ സാക്ഷ്യം വഹിച്ചു. സ്കോർസിനിയും അവന്റെ 100ഓളം വരുന്ന കമാൻഡോകളും ഗ്ലൈഡറുകളിൽ, എഞ്ചിനില്ലാത്ത വിമാനങ്ങളിൽ പർവ്വതമുകളിലെ ഹോട്ടലിന് സമീപം വന്നിറങ്ങി. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ അവർ ഹോട്ടലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവിടെ കാവലുണ്ടായിരുന്ന ഇറ്റാലിയൻ സൈനികർ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ പകച്ചുപോയി ചെറുത്തുനിൽപ്പില്ലാതെ കീഴടങ്ങി. സ്കോർസിനി മുസോളിനിയുടെ മുറിയിലേക്ക് ഇരച്ചുകയറി പറഞ്ഞു, ഡ്യൂച്ചെ, ഫ്യൂറർ എന്നെ അയച്ചിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രനാണ്. ആരോഗ്യം ക്ഷയിച്ച് തകർന്ന മനസ്സുമായി കഴിഞ്ഞിരുന്ന മുസോളിനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെയും സ്കോർസെനിയെയും ഒരു ചെറിയ സ്റ്റോർക്ക് വിമാനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പർവ്വതമുകളിലെ ആ ചെറിയ റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം അവനെ ആദ്യം റോമിലേക്കും പിന്നീട് വിയന്നയിലേക്കും കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ഹിറ്റ്ലറെ കാണാനായി ജർമ്മനിയിലെ റെസ്റ്റൻബർഗിലുള്ള വുൾഫ്സ്ലെയർ എന്ന തലസ്ഥാനത്തേക്ക് പറന്നു. ഹിറ്റ്ലറുമായുള്ള കൂടിക്കാഴ്ച മുസോളിനിക്ക് വളരെ നിരാശാജനകമായിരുന്നു. അവൻ കണ്ടത് തന്റെ പഴയ ആത്മവിശ്വാസമുള്ള സുഹൃത്തിനെയല്ല, മറിച്ച് ക്ഷീണികനും രോഗിയുമായി കാണപ്പെട്ട പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായ ഒരു മനുഷ്യനെയായിരുന്നു. എങ്കിലും ഹിറ്റ്ലർക്ക് മുസോളിനിയെക്കൊണ്ട് ചില പദ്ധതികളുണ്ടായിരുന്നു. അവൻ മുസോളിനിയോട് ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോകാനും ജർമ്മൻ നിയന്ത്രണത്തിലുള്ള വടക്കൻ ഇറ്റലിയിൽ ഒരു പുതിയ ഫാഷിസ്റ്റ് സർക്കാർ രൂപീകരിക്കാനും ആവശ്യപ്പെട്ടു. മുസോളിനിക്ക് അതിന് താൽപ്പര്യമില്ലായിരുന്നു. രാഷ്ട്രീയം മതിയാക്കി കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഹിറ്റ്ലർ അവനെ നിർബന്ധിച്ചു. ഒന്നുകിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുക, അല്ലെങ്കിൽ ജർമ്മൻ സൈന്യം ഇറ്റലിയോട് ഒരു ശത്രുവിനെപ്പോലെ പെരുമാറുമെന്നും ഇറ്റാലിയൻ നഗരങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ മുസോളിനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ 1943 സെപ്റ്റംബർ 23-ന് റേഡിയോയിലൂടെ മുസോളിനി ഇറ്റാലിയൻ ജനതയെ അഭിസംബോധന ചെയ്തു. താൻ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയെന്നും ഇറ്റാലിയൻ സോഷ്യൽ റിപ്പബ്ലിക്, റെപ്പബ്ലിക്ക സോഷ്യാലെ ഇറ്റാലിയാന RSI എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിച്ചതായും അവൻ പ്രഖ്യാപിച്ചു. ഈ പുതിയ രാഷ്ട്രം സാലോ റിപ്പബ്ലിക് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. കാരണം അതിന്റെ ഭരണസിരാ കേന്ദ്രം ഗാർഡ തടാകത്തിന് സമീപമുള്ള സാലോ എന്ന ചെറിയ പട്ടണമായിരുന്നു. എന്നാൽ ഈ പുതിയ റിപ്പബ്ലിക് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നില്ല. അതൊരു ജർമ്മൻ പാവ സർക്കാർ, പപ്പറ്റ് സ്റ്റേറ്റ് മാത്രമായിരുന്നു. അതിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് ജർമ്മൻ സൈനിക ഉദ്യോഗസ്ഥരും ഇറ്റലിയിലെ ജർമ്മൻ അംബാസഡറുമായിരുന്നു. മുസോളിനി വെറുമൊരു ഭരണത്തലവൻ മാത്രമായിരുന്നു, അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരു തടവുകാരൻ. അവന്റെ സംരക്ഷണം പോലും SS സൈനികർക്കായിരുന്നു.
ഞാൻ സാലോയിലെ ഗവർണറല്ല, മറിച്ച് ഗാർഡ തടാകത്തിലെ തടവുകാരനാണ് എന്നവൻ സ്വകാര്യമായി വിലപിച്ചു. സാലോ റിപ്പബ്ലിക്കിന്റെ ഭരണം ക്രൂരവും പ്രതികാരദാഹവുമായിരുന്നു. മുസോളിനിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഫാഷിസ്റ്റ് ഗ്രാൻഡ് കൗൺസിലിൽ വോട്ട് ചെയ്തവരെ ഒറ്റുകാർ എന്ന് പ്രഖ്യാപിച്ചു. അവരിൽ പലരെയും അറസ്റ്റ് ചെയ്തു. മുസോളിനിയുടെ മരുമകനായ ഗലിയാസോ ചിയാനോയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 1944 ജനുവരിയിൽ വെറോണയിൽ വെച്ച് നടന്ന ഒരു വിചാരണ നാടകത്തിനൊടുവിൽ ചിയാനോ ഉൾപ്പെടെ 5 പേരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി വെടിവെച്ചു കൊന്നു. സ്വന്തം മകളുടെ ഭർത്താവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ മുസോളിനി ശ്രമിച്ചെങ്കിലും ജർമ്മൻകാരുടെ സമ്മർദ്ദത്തിനും പാർട്ടിയുടെ തീവ്രവാദികളുടെ നിർബന്ധത്തിനും വഴങ്ങി അവനത് കണ്ടു നിൽക്കേണ്ടി വന്നു. അതേസമയം ഇറ്റലി ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലമർന്നു. തെക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ബഡോഗ്ലിയോയുടെ സർക്കാർ ഭരിച്ചു. വടക്ക് ജർമ്മൻ നിയന്ത്രണത്തിൽ മുസോളിനിയുടെ സാലോ റിപ്പബ്ലിക്. ഈ 2 ശക്തികൾക്കും പുറമെ വടക്കൻ ഇറ്റലിയിലെ പർവ്വതങ്ങളിലും ഗ്രാമങ്ങളിലും ഫാഷിസ്റ്റ് നാസി ഭരണത്തിനെതിരെ പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ലിബറലുകളും അടങ്ങുന്ന പാർട്ടിസാൻ ഗെറില്ല സംഘങ്ങൾ ശക്തി പ്രാപിച്ചു. സാലോ റിപ്പബ്ലിക് ജൂതന്മാർക്കെതിരായ നാസി നയങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കി. ആയിരക്കണക്കിന് ഇറ്റാലിയൻ ജൂതന്മാരെ പിടികൂടി ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു. അവരിൽ ഭൂരിഭാഗം പേരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഫാഷിസ്റ്റ് മിലീഷ്യയും SS സൈനികരും പാർട്ടിസാൻ പോരാളികളെയും അവരെ സഹായിക്കുന്ന സാധാരണക്കാരെയും ക്രൂരമായി വേട്ടയാടി. ഗ്രാമങ്ങൾ ചുട്ടെരിച്ചു, ആളുകളെ കൂട്ടക്കൊല ചെയ്തു. ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും രക്തരൂക്ഷിതവുമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ ഭീകരതകൾക്കെല്ലാം നടുവിൽ മുസോളിനി ഒരു നിസ്സഹായനായ കാഴ്ചക്കാരനായി ജീവിച്ചു. അവൻ പഴയ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചു. വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കുമെന്നും തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുമെന്നും അവൻ പ്രഖ്യാപിച്ചു. എന്നാൽ അതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. അവൻ തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയും വയലിൻ വായിച്ചും തന്റെ കാമുകിയായ ക്ലാരറ്റ പെറ്റാച്ചിയുമായി സമയം ചിലവഴിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി. ഒരു കാലത്ത് ലോകം കീഴടക്കാൻ സ്വപ്നം കണ്ട ഏകാധിപതി ഇപ്പോൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഒരു പരാജിതനായി മാറിയിരുന്നു. 1945 വസന്തകാലം യൂറോപ്പിൽ യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുകയായിരുന്നു. കിഴക്കുനിന്ന് സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമിയും പടിഞ്ഞാറുനിന്ന് അമേരിക്കൻ ബ്രിട്ടീഷ് സഖ്യസേനയും ജർമ്മനിയെ വരിഞ്ഞുമുറുക്കി. ഇറ്റലിയിൽ സഖ്യകക്ഷികളുടെ സൈന്യം തെക്കുനിന്ന് വടക്കോട്ട് മുന്നേറി ഗോഥിക് ലൈൻ എന്ന ജർമ്മൻ പ്രതിരോധ നിര ഭേദിച്ചു. അതേസമയം വടക്കൻ ഇറ്റലിയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പാർട്ടിസാൻ ഗെറില്ലകൾ നാസി ഫാഷിസ്റ്റ് ഭരണത്തിനെതിരെ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. മുസോളിനിയുടെ പാവസർക്കാരായ സാലോ റിപ്പബ്ലിക് അതിന്റെ അവസാന ശ്വാസം വലിക്കുകയായിരുന്നു. ഈ സമ്പൂർണ്ണ പരാജയത്തിന്റെ നാളുകളിൽ ബെനിറ്റോ മുസോളിനി ഗാർദ തടാകത്തിന് സമീപമുള്ള തന്റെ വസതിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടവനായിരുന്നു. യാഥാർത്ഥ്യവുമായി അവന് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും ജർമ്മനി ഏതെങ്കിലും അത്ഭുത ആയുധം പ്രയോഗിച്ച് യുദ്ധം ജയിക്കുമെന്ന് വിശ്വസിച്ചു. തന്റെ ചുറ്റുമുള്ള വിശ്വസ്തരുടെ എണ്ണം അനുദിനം കുറഞ്ഞുവന്നു. പലരും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പാർട്ടിസാനുകളുമായോ സഖ്യകക്ഷികളുമായോ രഹസ്യധാരണകളുണ്ടാക്കാൻ ശ്രമിച്ചു. ഏപ്രിൽ മാസമായപ്പോഴേക്കും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണാതീതമായി. ഏപ്രിൽ 18 മുസോളിനി സാലോയിലെ തന്റെ ആസ്ഥാനം വിട്ട് മിലാനിലേക്ക് മാറി. മിലാൻ ഇറ്റാലിയൻ ഫാഷിസത്തിന്റെ ജന്മഗൃഹമായിരുന്നു. ഒരുപക്ഷെ അവിടെ തന്റെ പഴയ അനുയായികളെ സംഘടിപ്പിച്ച് ഒരവസാന പോരാട്ടം നടത്താമെന്ന് അവൻ വ്യാമോഹിച്ചു. എന്നാൽ മിലാനിലെ തെരുവുകൾ നിയന്ത്രിച്ചിരുന്നത് പാർട്ടിസാനുകളായിരുന്നു. അവരെ എതിർക്കാൻ ശേഷിയുള്ള ഒരു സൈന്യം മുസോളിനിക്കുണ്ടായിരുന്നില്ല. ഈ സമയത്തും ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ചില ശ്രമങ്ങൾ നടന്നു. മിലാനിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ഷുസ്റ്റർ മുസോളിനിയും പാർട്ടിസാൻ നേതാക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കി. ഏപ്രിൽ 25 വൈകുന്നേരം മുസോളിനി കർദിനാളിന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ വടക്കൻ ഇറ്റലിക്കു വേണ്ടിയുള്ള ദേശീയ വിമോചന സമിതിയുടെ നേതാക്കളുമായി അവൻ ചർച്ച നടത്തി. പാർട്ടിസാൻ നേതാക്കൾ മുസോളിനിയോട് ബെസഗോവറോച്ന കീഴടങ്ങൽ ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചകൾക്കിടയിൽ തന്റെ കൂടെയുണ്ടായിരുന്ന ജർമ്മൻ സൈന്യം തന്നോട് പോലും പറയാതെ സഖ്യകക്ഷികളുമായി ഒരു കീഴടങ്ങൽ കരാറിന് ശ്രമിക്കുകയാണെന്ന് മുസോളിനി മനസ്സിലാക്കി. താൻ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ അവൻ
അവർ ഞങ്ങളോടെപ്പോഴും ഒരു ഭൃത്യനോടെന്ന പോലെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് കോപത്തോടെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി മിലാനിൽ തങ്ങുന്നത് അപകടകരമാണെന്ന് മുസോളിനിക്ക് ഉറപ്പായി. സ്വിറ്റ്സർലൻഡിലേക്ക് പലായനം ചെയ്യുക എന്നതായിരുന്നു അവന്റെ മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു മാർഗം. അവിടെ രാഷ്ട്രീയ അഭയം ലഭിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഏപ്രിൽ 25 രാത്രി മുസോളിനി ഏതാനും വിശ്വസ്തരായ ഫാഷിസ്റ്റ് നേതാക്കളോടും ഒരു ചെറിയ സംഘം SS സൈനികരുടെ സംരക്ഷണത്തിലും മിലാനിൽ നിന്ന് കോമോ തടാകത്തിന്റെ ദിശയിലേക്ക് യാത്ര തിരിച്ചു. അവന്റെ കൂടെ, അവന്റെ അവസാന നാളുകളിൽ അവനൊരു നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന അവന്റെ കാമുകി ക്ലാരറ്റ പെറ്റാച്ചിയുമുണ്ടായിരുന്നു. ക്ലാരറ്റയ്ക്കു വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൾ മുസോളിനിയോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചുറച്ചിരുന്നു. അവരുടെ വാഹനവ്യൂഹം കോമോ പട്ടണത്തിനടുത്തുള്ള മെനാജിയോ എന്ന സ്ഥലത്തെത്തി. അവിടെ വച്ച് സ്പെയിനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മറ്റു ഫാഷിസ്റ്റ് നേതാക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമൊപ്പം അവർ ചേർന്നു. സ്പെയിനിലേക്ക് പോകാനുള്ള ഒരു വിമാനം കാത്തിരിക്കുകയാണെന്ന് അവർ പറഞ്ഞെങ്കിലും അത് സത്യമായിരുന്നില്ല. സ്വിസ് അതിർത്തി കടക്കാനാകുമോ എന്നറിയാതെ അവർ അവിടെ കുടുങ്ങി. ഏപ്രിൽ 27 രാവിലെ ഈ സംഘം ഒരു ജർമ്മൻ സൈനിക വാഹനവ്യൂഹത്തോടൊപ്പം ചേർന്ന് വടക്കോട്ട് യാത്ര തുടർന്നു. പാർട്ടിസാനുകളുടെ കണ്ണുവെട്ടിച്ച് അതിർത്തി കടക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ കോമോ തടാകത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഡോങ്കോ എന്ന ചെറിയ ഗ്രാമത്തിൽ വെച്ച് 52ാമത് ഗാരിബാൽഡി ബ്രിഗേഡ് എന്ന പാർട്ടിസാൻ യൂണിറ്റ് ഈ വാഹനവ്യൂഹം തടഞ്ഞു നിർത്തി. പാർട്ടിസാൻ കമാൻഡർ കൗണ്ട് പിയർ ലൂയിജി ബെല്ലിനി ഡെല്ലെ സ്റ്റെല്ലെ പെഡ്രോ എന്ന പേരിൽ അറിയപ്പെട്ടു. ജർമ്മൻ സൈനികരുമായി ഒരു ധാരണയിലെത്തി. ജർമ്മൻകാർക്ക് യാത്ര തുടരാം, പക്ഷേ വാഹനവ്യൂഹത്തിലുള്ള ഇറ്റാലിയൻ ഫാഷിസ്റ്റുകളെ അവർക്ക് വിട്ടുനൽകണം. ജർമ്മൻ ഉദ്യോഗസ്ഥർ അത് സമ്മതിച്ചു. പാർട്ടിസാനുകൾ ഓരോ വാഹനവും പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മുസോളിനിയെ രക്ഷിക്കാൻ ഒരവസാന ശ്രമം നടന്നു. അവർ അവനൊരു ജർമ്മൻ സൈനികന്റെ ഓവർകോട്ടും ഹെൽമറ്റും ധരിപ്പിച്ച് ഒരു ട്രക്കിന്റെ പിറകിൽ മറ്റ് ജർമ്മൻ സൈനികർക്കിടയിൽ ഒളിപ്പിച്ചു. എന്നാൽ ആൾമാറാട്ടം ഫലിച്ചില്ല. ട്രക്ക് പരിശോധിക്കുകയായിരുന്ന ഉർബാനോ ലസാറോ എന്ന പാർട്ടിസാൻ പോരാളി മൂലയ്ക്ക് ഭയന്ന് വിറച്ചിരിക്കുന്ന ജർമ്മൻ കോട്ട് തെളിച്ച ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. അവന്റെ മുഖത്തെ ഭയവും പ്രശസ്തമായ ആ താടിയെല്ലും ലസാറോ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ വിറയാർമ ശബ്ദത്തിൽ അവൻ മറുപടി പറഞ്ഞു, ഒരു ഇറ്റാലിയൻ. എന്നാൽ ലസാറോയ്ക്ക് ഉറപ്പായിരുന്നു. അവൻ ആക്രോശിച്ചു, നിങ്ങൾ ബെനിറ്റോ മുസോളിനിയാണ്. ഇൽ ഡ്യൂച്ചെ പിടിക്കപ്പെട്ടു. ഒരു ചെറുത്തുനിൽപ്പിന് മുതിരാതെ അവൻ കീഴടങ്ങി. പാർട്ടിസാനുകൾ മറ്റു ഫാഷിസ്റ്റ് നേതാക്കളെയും ക്ലാരറ്റ പെറ്റാച്ചിയെയും അറസ്റ്റ് ചെയ്തു. മുസോളിനിയെയും ക്ലാരറ്റയെയും ആ രാത്രി ഡോങ്കോയിൽ നിന്ന് മാറ്റി മെസെഗ്ര എന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിന്റെ വീട്ടിൽ അതീവ രഹസ്യമായി പാർപ്പിച്ചു. അടുത്ത ദിവസം ഏപ്രിൽ 28 അവരുടെ ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നു. വടക്കൻ ഇറ്റലിയിലെ പാർട്ടിസാൻ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ CLNAI മുസോളിനിയെയും മറ്റു പ്രധാന ഫാഷിസ്റ്റ് നേതാക്കളെയും വിചാരണ കൂടാതെ വധിക്കാൻ തീരുമാനിച്ചു. ഈ ദൗത്യം ഏൽപ്പിച്ചത് വാൾട്ടർ ഒഡീസിയോ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിസാൻ കമാൻഡറെയായിരുന്നു. കേണൽ വലേരിയോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു ചെറിയ സംഘവുമായി മെസഗ്രയിലേക്ക് തിരിച്ചു. ഉച്ചകഴിഞ്ഞ് കേണൽ വലേരിയോ മുസോളിനിയെയും ക്ലാരറ്റയെയും പാർപ്പിച്ചിരുന്ന വീട്ടിലെത്തി. താൻ അവരെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെ ഒരു കാറിൽ കയറ്റി. അവർ അല്പം ദൂരം സഞ്ചരിച്ച് ജുലീനോ ഡി മെസഗ്ര എന്ന സ്ഥലത്തുള്ള വില്ല ബെൽമോണ്ടിന്റെ ഗേറ്റിനു മുന്നിൽ കാർ നിർത്തി. അവിടെ വച്ച് വാൾട്ടർ ഓഡിസിയോ തന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തി. ഇറ്റാലിയൻ ജനതയുടെ പേരിൽ നിങ്ങളെ വധിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവനൊരു മെഷീൻ ഗൺ അവർക്കു നേരെ ചൂണ്ടി. ക്ലാരിറ്റ പെറ്റാച്ചി നിലവിളിച്ചുകൊണ്ട് മുസോളിനിയുടെ ശരീരത്തിനു മുന്നിൽ ചാടി വീണു. ആദ്യത്തെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത് അവളായിരുന്നു. അടുത്ത നിമിഷം വെടിയുണ്ടകൾ ബെനിറ്റോ മുസോളിനിയുടെ നെഞ്ചിലും തുളച്ചു കയറി. ഒരു കാലത്ത് ഇറ്റലിയെ വിറപ്പിച്ച, ലോകചരിത്രത്തിന്റെ ഗതിമാറ്റിയ ആ ഏകാധിപതി ഒരു ഗ്രാമത്തിലെ വിജനമായ മതിലിനു മുന്നിൽ തന്റെ കാമുകിയുടെ മൃതദേഹത്തിനരികെ വെടിയേറ്റു വീണു. ബെനിറ്റോ മുസോളിനിയുടെയും ക്ലാരറ്റ പെറ്റാച്ചിയുടെയും വധം ഒരു രഹസ്യമായി സൂക്ഷിക്കാനാണ് പാർട്ടിസാൻ നേതൃത്വം ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഏപ്രിൽ 28 വൈകുന്നേരത്തോടെ ഡോങ്കോയിൽ പിടിക്കപ്പെട്ട മറ്റു 15 പ്രമുഖ ഫാഷിസ്റ്റ് നേതാക്കളെയും പാർട്ടിസാനുകൾ വെടിവെച്ചു കൊന്നു.
ആ രാത്രി 17 മൃതദേഹങ്ങളും ഒരു ട്രക്കിലിട്ട് മിലാനിലേക്ക് കൊണ്ടുപോയി. ജനങ്ങളുടെ പ്രതികാരം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു അത്. 1945 ഏപ്രിൽ 29 ഞായറാഴ്ച പുലർച്ചെ മിലാനിലെ പിയാസാലെ ലൊറേറ്റോ എന്ന ചത്വരം ഒരു ഭീകരമായ രംഗത്തിന് സാക്ഷ്യം വഹിക്കാനായി ഉണർന്നു. തലേദിവസം രാത്രി കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ ഗ്യാസ് സ്റ്റേഷന്റെ മുന്നിൽ ഒരു കൂനയായി വലിച്ചെറിഞ്ഞിരുന്നു. മുസോളിനി, ക്ലാരറ്റ പെറ്റാച്ചി, അലസാന്ദ്രോ പാവോലിനി, ഫ്രാൻസിസ്കോ ബരാക്കു, നിക്കോള ബോംബാച്ചി തുടങ്ങിയ ഫാഷിസ്റ്റ് ഭരണകൂടത്തിലെ പ്രമുഖരുടെയെല്ലാം മൃതദേഹങ്ങൾ ആ കൂനയിലുണ്ടായിരുന്നു. ഈ സ്ഥലം പാർട്ടിസാനുകൾ വെറുതെ തിരഞ്ഞെടുത്തതായിരുന്നില്ല. അതിനൊരു പ്രതികാരത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു. 8 മാസങ്ങൾക്ക് മുൻപ് 1944 ഓഗസ്റ്റിൽ ഇതേ സ്ഥലത്തുവച്ച് ജർമ്മൻ SS സൈനികർ ഫാഷിസ്റ്റ് അധികാരികളുടെ അനുമതിയോടെ 15 പാർട്ടിസാൻ പോരാളികളെ പരസ്യമായി വെടിവെച്ചു കൊന്നിരുന്നു. ആ മൃതദേഹങ്ങൾ ഒരു മുന്നറിയിപ്പെന്നോണം ദിവസം മുഴുവൻ അവിടെ പ്രദർശനത്തിന് വെച്ചിരുന്നു. ആ അപമാനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയായിരുന്നു പാർട്ടിസാനുകളുടെ ലക്ഷ്യം. സൂര്യൻ ഉദിച്ചുയർന്നതോടെ വാർത്തയറിഞ്ഞ് ജനങ്ങൾ പിയാസാലെ ലൊറേറ്റോയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ആദ്യം 100കൾ, പിന്നെ 1000ങ്ങൾ, ഒടുവിൽ 10,000ങ്ങൾ. 20 വർഷക്കാലം തങ്ങളെ അടക്കി ഭരിച്ച, തങ്ങളുടെ ജീവിതം നശിപ്പിച്ച, രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഏകാധിപതിയുടെ മൃതദേഹം കാണാൻ അവർ തിക്കിത്തിരക്കി. അതൊരു സാധാരണ ജനക്കൂട്ടമായിരുന്നില്ല. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ രോഷവും വെറുപ്പും വേദനയും അണപൊട്ടിയൊഴുകുന്ന ഒരു ലഹരി പിടിച്ച ആൾക്കൂട്ടമായിരുന്നു അത്. അവർ മൃതദേഹങ്ങൾക്ക് നേരെ ആക്രോശിച്ചു, അവയിൽ തുപ്പി, ചവിട്ടിമെതിച്ചു. ചിലർ മൃതദേഹങ്ങളിൽ മൂത്രമൊഴിച്ചു. ഒരു സ്ത്രീ, യുദ്ധത്തിൽ തന്റെ 5 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മ, മുസ്സോളിനിയുടെ മൃതദേഹത്തിൽ 5 തവണ വെടിവെച്ചു. എന്റെ 5 മക്കൾക്കു വേണ്ടി എന്നവർ അലറി വിളിച്ചു. മറ്റൊരു സ്ത്രീ അവന്റെ തലയോട്ടിയിൽ ചവിട്ടിനിന്ന് നൃത്തം ചെയ്തു. ആൾക്കൂട്ടത്തിന്റെ രോഷം അതിന്റെ പാരമ്യത്തിലെത്തി. അവർ മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കാൻ തുടങ്ങി. ഈ ഭ്രാന്തമായ രംഗം കണ്ട ചില പാർട്ടിസൻ നേതാക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹങ്ങൾ ഇനിയും നശിപ്പിക്കപ്പെടുന്നത് തടയാനും എല്ലാവർക്കും കാണാൻ സൗകര്യമൊരുക്കാനും അവർ ഒരു തീരുമാനമെടുത്തു. അവർ മുസ്സോളിനിയുടെയും ക്ലാരറ്റ പെറ്റാച്ചിയുടെയും മറ്റ് 5 പ്രമുഖ ഫാസിസ്റ്റുകളുടെയും മൃതദേഹങ്ങൾ ഗ്യാസ് സ്റ്റേഷന്റെ മേൽക്കൂരയിലുള്ള ഇരുമ്പ് ദണ്ടുകളിൽ തലകീഴായി കെട്ടിത്തൂക്കി. ഇറച്ചിവെട്ടുകടയിൽ തൂക്കിയിട്ട മൃഗങ്ങളുടെ ജഡങ്ങൾ പോലെ ഒരു കാലത്ത് ഇറ്റലിയുടെ അധിപന്മാരായിരുന്നവരുടെ മൃതദേഹങ്ങൾ അവിടെ കിടന്നാടി. ആ കാഴ്ച ലോകത്തെ ഞെട്ടിച്ചു. ചരിത്രത്തിലെ ഒരു ഏകാധിപതിക്കും ഒരുപക്ഷെ മരണശേഷം ഇത്രയും ഭീകരമായ ഒരന്ത്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. മുസ്സോളിനിയുടെ മൃതദേഹത്തിന്റെ മുഖം രക്തവും അഴുക്കും കൊണ്ട് വീർത്ത് വികൃതമായിരുന്നു. ക്ലാരറ്റ പെറ്റാച്ചിയുടെ പാവാട തലകീഴായി വീണപ്പോൾ ഒരു പുരോഹിതൻ അത് അവളുടെ കാലിനോട് ചേർത്ത് കെട്ടിക്കൊടുത്തു. മരണത്തിലും അവൾക്ക് അല്പം മാന്യത നൽകാനായി. പിയാസാലെ ലൊറേറ്റോയിലെ ഈ ദൃശ്യങ്ങൾ ഫാഷിസത്തിന്റെ സമ്പൂർണവും അപമാനകരവുമായ പതനത്തിന്റെ പ്രതീകമായി മാറി. അധികാരം എത്രത്തോളം അസ്ഥിരമാണെന്നും ജനങ്ങളുടെ സ്നേഹവും ആരാധനയും എത്ര പെട്ടെന്ന് വെറുപ്പും പ്രതികാരവുമായി മാറുമെന്നുമുള്ള ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഒരു കാലത്ത് റോമൻ ചക്രവർത്തിമാരെപ്പോലെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന ഇൽ ഡ്യൂച്ചെ എപ്പോഴും ശരിയാണ് എന്ന് ജനങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിച്ച ആ മനുഷ്യൻ ഇപ്പോൾ തലകീഴായി കെട്ടിത്തൂക്കപ്പെട്ട് ജനങ്ങളുടെ പരിഹാസത്തിനും പരുഗാനിയു എന്നാണ് അപമാനത്തിനും പാത്രമായിരിക്കുന്നു. ഉച്ചയോടെ സഖ്യകക്ഷി സൈനികർ മിലാനിലെത്തി. അവർ ഈ രംഗം കണ്ട് സ്തബ്ധരായി. കൂടുതൽ അപമാനം ഒഴിവാക്കാനായി അവർ പാർട്ടിസാനുകളോട് മൃതദേഹങ്ങൾ താഴെയിറക്കാൻ ആവശ്യപ്പെട്ടു. മൃതദേഹങ്ങൾ ഒരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. മുസ്സോളിനിയുടെ തലച്ചോറിന്റെ ഒരു ഭാഗം അവന്റെ ഭ്രാന്തിന്റെ കാരണം കണ്ടെത്താനായി അമേരിക്കയിലേക്ക് അയച്ചുകൊടുത്തു എന്നുപോലും പറയപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുസ്സോളിനിയുടെ മൃതദേഹം മിലാനിലെ മുസോക്കോ സെമിത്തേരിയിൽ അടയാളങ്ങളില്ലാത്ത ഒരു കുഴിമാടത്തിൽ രഹസ്യമായി സംസ്കരിച്ചു. അവന്റെ പേരുപോലും ആ കല്ലറയിൽ എഴുതിയിരുന്നില്ല. ഫാഷിസത്തിന്റെ ഓർമ്മകൾ പോലും ഇറ്റാലിയൻ മണ്ണിൽ നിന്ന് മായ്ച്ചുകളയാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. എന്നാൽ മുസോളിനിയുടെ കഥ അവന്റെ മരണത്തോടെയും അവസാനിച്ചില്ല. അവന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോലും ഒരു രാഷ്ട്രീയ പ്രതീകമായി തുടർന്നു. 1946 ഈസ്റ്റർ ദിനത്തിൽ
ഡൊമിനിക്കോ ലെച്ചിസി എന്ന യുവ നിയോ ഫാഷിസ്റ്റ് മറ്റു 2 സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് മുസോളിനിയുടെ മൃതദേഹം ആ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചു. ആ മൃതദേഹവുമായി അവർ മാസങ്ങളോളം ഇറ്റലിയിലുടനീളം ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ അധികാരികൾ അവരെ പിടികൂടി. മൃതദേഹം വീണ്ടെടുത്തെങ്കിലും എവിടെ സംസ്കരിക്കണമെന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറി. നിയോ ഫാഷിസ്റ്റുകൾക്ക് അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ സർക്കാർ ആഗ്രഹിച്ചില്ല. അങ്ങനെ അടുത്ത 11 വർഷക്കാലം മുസോളിനിയുടെ മൃതദേഹം പവിയ എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കോൺവെന്റിൽ ഒരു പെട്ടിയിലടച്ച് രഹസ്യമായി സൂക്ഷിച്ചു. 1957 അന്നത്തെ പ്രധാനമന്ത്രി അഡോൺ സോളി ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭാഗമായി മൃതദേഹം മുസോളിനിയുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മരിച്ചു 12 വർഷങ്ങൾക്ക് ശേഷം ബെനിറ്റോ മുസോളിനിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അവന്റെ ജന്മസ്ഥലമായ പ്രതാപ്പിയോയിലെ കുടുംബക്കല്ലറയിൽ ഔദ്യോഗികമായി സംസ്കരിച്ചു. ഇന്നും പ്രതാപ്പിയോയിലെ ആ കല്ലറ ഇറ്റലിയിലെ നിയോ ഫാഷിസ്റ്റുകളുടെയും മുസോളിനിയെ ആരാധിക്കുന്നവരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നു. അവന്റെ ജനനമരണ വാർഷികങ്ങളിലും റോമിലേക്കുള്ള മാർച്ചിന്റെ ഓർമ്മദിനത്തിലും ആളുകൾ അവിടെയെത്തി ഫാഷിസ്റ്റ് സല്യൂട്ട് നൽകുന്നു. ഇത് കാണിക്കുന്നത് പിയാസാലെ ലൊറേറ്റോയിലെ അപമാനകരമായ അന്ത്യം കൊണ്ടുപോലും മുസോളിനി ഉയർത്തിവിട്ട ഫാഷിസമെന്ന വിഷലിപ്തമായ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവന്റെ പ്രേതം ഇറ്റലിയുടെയും ലോകത്തിന്റെയും രാഷ്ട്രീയത്തിൽ ഇന്നും ഒരു കരിനിഴലായി അലഞ്ഞുതിരിയുന്നു. ബെനിറ്റോ മുസോളിനി മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവന്റെ ജീവിതവും ഭരണവും ഇറ്റാലിയൻ സമൂഹത്തിലും ലോകചരിത്രത്തിലും ആഴത്തിലുള്ളതും സങ്കീർണവുമായ ഒരു പൈതൃകം അവശേഷിപ്പിച്ചു. പിയാസാലെ ലൊറേറ്റോയിലെ തലകീഴായ ശരീരം ഫാഷിസത്തിന്റെ ഭീകരമായ അന്ത്യത്തെ അടയാളപ്പെടുത്തിയെങ്കിൽ പ്രതാപ്പിയോയിലെ അവന്റെ കല്ലറയിൽ ഇന്നും നടക്കുന്ന തീർത്ഥാടനങ്ങൾ ആ പ്രത്യയശാസ്ത്രം പൂർണ്ണമായും മരിച്ചിട്ടില്ല എന്നതിന്റെ അസ്വസ്ഥജനകമായ ഓർമ്മപ്പെടുത്തലാണ്. മുസോളിനിയെക്കുറിച്ചുള്ള ചരിത്രത്തിന്റെ വിധിതീർപ്പ് ലളിതമായ കറുപ്പിലും വെളുപ്പിലുമല്ല, മറിച്ച് പലതരം ചാരനിറങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായി, മുസോളിനി ലോകത്തിനു നൽകിയ ഏറ്റവും വിനാശകരമായ സംഭാവന ഫാഷിസമെന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസത്തോടൊപ്പം ഉയർന്നുവന്ന ഏറ്റവും ശക്തമായ സമ്പൂർണാധിപത്യ സിദ്ധാന്തമായിരുന്നു അത്. വ്യക്തിസ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിരാകരിച്ച് രാഷ്ട്രത്തെയും നേതാവിനെയും എല്ലാറ്റിനുമുപരിയായി പ്രതിഷ്ഠിക്കുന്ന, അക്രമത്തിലും സൈനികവാദത്തിലും തീവ്രദേശീയതയിലും അധിഷ്ഠിതമായ ഈ ആശയം ലോകമെമ്പാടുമുള്ള ഏകാധിപതികൾക്ക് ഒരു മാതൃകയായി. ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ മുതൽ സ്പെയിനിലെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ വരെയും അർജന്റീനയിലെ യുവാൻ പെറോൺ മുതൽ ലോകത്തിന്റെ പല കോണുകളിലുള്ള സ്വേച്ഛാധിപതികളും മുസോളിനിയുടെ ആശയങ്ങളിൽ നിന്നും ഭരണരീതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. അവൻ ജനാധിപത്യത്തിന്റെ ബലഹീനതകളെ തുറന്നുകാട്ടുകയും ശക്തമായൊരു നേതാവിനു മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന അപകടകരമായ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തു. മുസോളിനിയുടെ ഭരണത്തിന് ഇറ്റലി നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അവന്റെ സാമ്രാജ്യത്വ മോഹങ്ങളും ഹിറ്റ്ലറുമായുള്ള വിനാശകരമായ സഖ്യവും ഇറ്റലിയെ 2-ാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതങ്ങളിലേക്ക് തള്ളിവിട്ടു. യുദ്ധത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ഇറ്റാലിയക്കാർ കൊല്ലപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. നഗരങ്ങൾ ബോംബാക്രമണത്തിൽ നശിച്ചു. യുദ്ധാനന്തരം ഇറ്റലിക്ക് അതിന്റെ കോളനികളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു 2-ാം കിട യൂറോപ്യൻ ശക്തിയായി അത് തരംതാഴ്ത്തപ്പെട്ടു. അവന്റെ വംശീയ നിയമങ്ങൾ താരതമ്യേന ചെറിയ ഇറ്റാലിയൻ ജൂതസമൂഹത്തിന് വിവരണാതീതമായ ദുരിതങ്ങൾ വരുത്തിവെച്ചു. ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിന് കാരണമായി. 20 വർഷത്തെ ഫാഷിസ്റ്റ് ഭരണം ഇറ്റാലിയൻ സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. അത് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കി, സ്വതന്ത്ര ചിന്തയെ അടിച്ചമർത്തി, ഒരു തലമുറയെ മുഴുവൻ യുദ്ധത്തിന്റെയും അന്ധമായ അനുസരണയുടെയും പാഠങ്ങൾ പഠിപ്പിച്ചു. ഈ ഏകാധിപത്യത്തിന്റെ ഓർമ്മകൾ യുദ്ധാനന്തര ഇറ്റലിയുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പുതിയ ഇറ്റാലിയൻ ഭരണഘടന ഭാവിയിൽ മറ്റൊരു മുസോളിനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ മുൻകരുതലുകളോടെയാണ് എഴുതപ്പെട്ടത്. അധികാര വികേന്ദ്രീകരണത്തിനും പാർലമെന്ററി സംവിധാനത്തിനും വ്യക്തിഗത സ്വാതന്ത്ര്യങ്ങൾക്കും അതിൽ അതീവ പ്രാധാന്യം നൽകി. എന്നാൽ ഈ ഇരുണ്ട ചിത്രത്തിന് മറ്റൊരു വശമുണ്ട്. അതിന്നും ഇറ്റലിയിൽ ചർച്ചാവിഷയമാണ്. ചില ഇറ്റലിക്കാർ, പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിൽപ്പെട്ടവർ, മുസോളിനിയുടെ ഭരണത്തിന്റെ ആദ്യ ദശകത്തെ 1922-1932 ഒരു സുവർണ കാലഘട്ടമായി ഓർക്കുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അക്കാലത്തെ ചില നേട്ടങ്ങളെയാണ്.
മുസോളിനി രാജ്യത്ത് നിലനിന്നിരുന്ന അരാജകത്വം അവസാനിപ്പിച്ച് ക്രമസമാധാനം സ്ഥാപിച്ചു. മാഫിയയെ ശക്തമായി അടിച്ചമർത്തി. പോണ്ടെയിൻ ചതുപ്പുകൾ വറ്റിച്ചതുപോലുള്ള വലിയ പൊതുമരാമത്ത് പദ്ധതികൾ നടപ്പിലാക്കി. ട്രെയിനുകളെ സമയത്തിന് ഓടിച്ചു എന്ന പ്രയോഗം അവന്റെ ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന കാര്യക്ഷമതയുടെ ഒരു പ്രതീകമായി പലരും കാണുന്നു. ലാറ്ററൻ ഉടമ്പടിയിലൂടെ വത്തിക്കാനുമായുള്ള ദീർഘകാല തർക്കം പരിഹരിച്ചത് ഒരു വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ കാഴ്ചപ്പാടിൽ മുസോളിനി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. എന്നാൽ ഹിറ്റ്ലറുമായുള്ള സഖ്യവും യുദ്ധവുമാണ് അവന്റെ പതനത്തിന് കാരണമായത് എന്ന് അവർ വാദിക്കുന്നു. ഈ വാദത്തെ ബെനിറ്റോയുടെ നല്ല വശം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഈ നേട്ടങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ക്രമസമാധാനം സ്ഥാപിച്ചത് ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ചവിട്ടിമെറ്റിക്കുണ്ടായിരുന്നു. സാമ്പത്തിക പദ്ധതികൾ പലതും പ്രൊപ്പഗാൻഡയ്ക്കു വേണ്ടിയുള്ളതായിരുന്നു. അവ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു. ട്രെയിനുകൾ സമയത്തിനോടിയിരിക്കാം, പക്ഷേ അതിനു പകരമായി ഒരു ജനതയുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെട്ടത്. മുസോളിനിയുടെ വ്യക്തിജീവിതവും അവന്റെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു. റക്കേല ഗൈഡി അവന്റെ ഔദ്യോഗിക ഭാര്യയായിരുന്നെങ്കിലും അവന് നിരവധി കാമുകിമാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രശസ്ത ക്ലാരറ്റ പെറ്റാച്ചിയായിരുന്നു. അവൾ അവനോടൊപ്പം മരിക്കുകയും ചെയ്തു. മാർഗരേത്ത സാർഫാത്തി എന്ന ജൂതവംശജയായ എഴുത്തുകാരിയും കലാവിമർശകയും അവന്റെ ബൗദ്ധിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അധികാരത്തോടുള്ള അടങ്ങാത്ത ആർത്തി, നാടകീയതയോടുള്ള പ്രിയം, സ്വന്തം പ്രതിച്ഛായയെക്കുറിച്ചുള്ള നിരന്തരമായ ആശങ്ക എന്നിവയെല്ലാം അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. ഒരു കൊല്ലപ്പണിക്കാരന്റെ മകനായി ജനിച്ച്, ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായി വളർന്ന്, ഒടുവിൽ ഇറ്റലിയുടെ ഏകാധിപതിയായി മാറിയ അവന്റെ ജീവിതം അവസരവാദ രാഷ്ട്രീയത്തിന്റെയും അടങ്ങാത്ത അധികാരമോഹത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒരു പാഠപുസ്തകമാണ്. ഇന്ന് ഇറ്റലിയിൽ മുസോളിനിയോടുള്ള മനോഭാവം സങ്കീർണമാണ്. ഫാഷിസ്റ്റ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഫാഷിസ്റ്റ് ആശയങ്ങളെ പിന്തുടരുന്ന നിയോ ഫാഷിസ്റ്റ് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവിടെ സജീവമാണ്. അവർ മുസോളിനിയെ ഒരു ദേശീയ നായകനായി കാണുന്നു. അതേസമയം ഭൂരിഭാഗം ഇറ്റലിക്കാരും അവനെ ഒരു സ്വേച്ഛാധിപതിയായി കാണുന്നു. അവന്റെ ഭരണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണെന്ന് വിശ്വസിക്കുന്നു. സ്കൂളുകളിൽ അവന്റെ ഭരണത്തിന്റെ ദോഷവശങ്ങൾ പഠിപ്പിക്കുന്നു. പിയാസാലെ ലൊറേറ്റോയുടെ ഓർമ്മകൾ സ്വാതന്ത്ര്യത്തിന്റെ വിലയെക്കുറിച്ച് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നു. ബെനിറ്റോ മുസോളിനിയുടെ കഥ ഒരു മുന്നറിയിപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും ഉണ്ടാകുമ്പോൾ ജനങ്ങൾ എങ്ങനെ ഒരു രക്ഷകനായ ശക്തനായ നേതാവിനു വേണ്ടി ദാഹിക്കുന്നുവെന്നതിന്റെ മുന്നറിയിപ്പ്. ദേശീയതയുടെയും രാജ്യസ്നേഹത്തിന്റെയും പേരിൽ ജനാധിപത്യത്തെയും വ്യക്തിസ്വാതന്ത്ര്യത്തെയും എങ്ങനെ ബലികഴിക്കാമെന്നതിന്റെ മുന്നറിയിപ്പ്. പ്രൊപ്പഗാൻഡയുടെയും കള്ളങ്ങളുടെയും ശക്തി എത്ര വലുതാണെന്നതിന്റെ മുന്നറിയിപ്പ്. 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ രക്തത്തിൽ മുക്കിയെഴുതിയ ഈ ഏകാധിപതിയുടെ ജീവിതം അധികാരം ദുഷിപ്പിക്കുമെന്നും സമ്പൂർണ്ണ അധികാരം സമ്പൂർണമായി ദുഷിപ്പിക്കുമെന്നുമുള്ള പഴയ ചൊല്ലിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായി എക്കാലവും നിലനിൽക്കും. അവന്റെ കഥ അവസാനിക്കുന്നത് പരാജയത്തിലും അപമാനത്തിലുമാണ്. എന്നാൽ അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ ഇന്നും പ്രസക്തമായി തുടരുന്നു. അടുത്ത നല്ലൊരു കഥയുമായി നമ്മൾ വീണ്ടും കാണും വരേക്കും സൈനിങ് ഓഫ്.